ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും രംഗത്ത്. ഡൽഹിയെ 10 വർഷമായി പിടികൂടിയ ദുരന്തമാണ് AAP എന്ന മോദിയുടെ വിമർശനം. ഡൽഹിയിലെ ജനങ്ങളെ മോദി അപമാനിച്ചുവെന്ന് കെജ്രിവാൾ തിരിച്ചടിച്ചു. ബി.ജെ.പി ദരിദ്രരുടെ ശത്രുവാണെന്നും കെജ്രിവാൾ വിമർശിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുമ്പോൾ ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വാക്പയറ്റും മുറുകുകയാണ്. നിരവധി വിഷയങ്ങളുയർത്തി ഇരുവരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുയർത്തി കടന്നാക്രമിക്കുകയാണ്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ 3 കോളേജുകൾക്ക് തറക്കല്ലിടുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മോദി പ്രസംഗത്തിൽ ഏറെയും ചെലവിട്ടത് ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും കടന്നാക്രമിക്കാനാണ്. രാംലീല മൈതാനത്ത് നടന്ന പൊതുയോഗത്തിലാണ് മോദി AAPക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെ സ്വന്തമായി വീട് വച്ചെന്നും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും മോദി വിമർശിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഡൽഹിയെ ബാധിച്ച ദുരന്തമാണ് AAP എന്നും മോദി വിമർശിച്ചു. AAP സർക്കാർ ജനങ്ങളോടും കേന്ദ്ര സർക്കാരിനോടും കള്ളം പറഞ്ഞെന്ന് മോദി ആരോപിച്ചു. തനിക്കായി ഒരു ചില്ലുകൊട്ടാരം പണിയാമായിരുന്നിട്ടും ജനങ്ങൾക്ക് വീട് വെച്ചു നൽകുകയാണ് താൻ ചെയ്തതെന്ന് മോദി അവകാശപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിൽ BJP സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് കെജ്രിവാൾ മറുചോദ്യം ഉന്നയിച്ചു. BJP പാവങ്ങളുടെ ശത്രുവാണ്. ഡൽഹിയിലെ ചേരികൾ BJP തകർത്ത് 2 ലക്ഷത്തോളം പേരെ ഭവനരഹിതരാക്കിയെന്നും കെജ്രിവാൾ വിമർശിച്ചു. മോദി ഡൽഹിയിലെ ജനങ്ങളെ അപമാനിച്ചു. 43 മിനിറ്റ് പ്രസംഗത്തിൽ 39 മിനിറ്റും മോദി ജനങ്ങളെ അപമാനിക്കാനാണ് ഉപയോഗിച്ചതെന്നും കെജ്രിവാൾ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.